ഈ വർഷത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ക്ലാഷിനാണ് ഇന്ത്യൻ സിനിമാ ലോകം ഓഗസ്റ്റ് 14 സാക്ഷിയാകാൻ പോകുന്നത്. യഷ്രാജ് ഫിലിംസിന്റെ വാർ 2, രജനീകാന്ത് ലോകേഷ് കനകരാജ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന കൂലി എന്നിവയാണ് ഏറ്റുമുട്ടാൻ പോകുന്ന രണ്ട് ചിത്രങ്ങൾ. ഇരു ചിത്രങ്ങളും തമ്മിലുള്ള മത്സരം സിനിമാ പ്രേമികൾക്കിടയിലും വലിയ ചർച്ചയാണ്. എന്നാൽ കൂലിക്ക് അപ്രതീക്ഷിതമായി ഇരുട്ടടി നൽകിയിരിക്കുകയാണ് വാർ 2. അതായത് ഇന്ത്യയിലെ എല്ലാ ഐമാക്സ് സ്ക്രീനുകളും ഓഗസ്റ്റ് 14 മുതൽ 2 ആഴ്ചത്തേക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ് വാർ 2. ഇത് കൂലിക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. റിപ്പോർട്ടുകൾ പ്രകാരം ഐമാക്സ് സ്ക്രീനുകളിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നതിനായി യഷ്രാജ് ഫിലിംസ് രാജ്യത്തെ 33-ലധികം തിയേറ്ററുകളുമായി കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. ഇതോടെ ഓഗസ്റ്റ് 14 റിലീസ് ചെയ്യുന്ന കൂലിക്ക് ഒരു ഐമാക്സ് സ്ക്രീൻ പോലും ലഭിക്കില്ലെന്ന് സാരം. ഈ തന്ത്രപരമായ നീക്കത്തിലൂടെ വാർ 2വിന്റെ പ്രീമിയം സ്ക്രീനുകളിൽ മുൻതൂക്കം ലഭിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. ഹൃതിക് റോഷനും ജൂനിയർ NTRും ഒരുമിച്ചെത്തുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപന സമയം മുതൽ തന്നെ ആരാധകർ ഏറെ പ്രതീക്ഷയിലായിരുന്നു. അയാൻ മുഖർജിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. കിയാര അദ്വാനിയാണ് ചിത്രത്തിൽ നായിക കഥാപാത്രമായി എത്തുന്നത്. മേജർ കബീർ ധാലിവാൾ എന്ന കഥാപാത്രമായി ഹൃതിക് വീണ്ടും എത്തുമ്പോൾ ജൂനിയർ NTR ഹിന്ദിയിൽ അരങ്ങേറ്റം കുറിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്ത 2019 ആക്ഷൻ ത്രില്ലർ ചിത്രമായ വാറിന്റെ തുടർച്ചയായാണ് വാർ 2 എത്തുന്നത്. സൂപ്പർ സ്റ്റാർ രജനീകാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുവകളുമായി എത്തുന്ന ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമായതിനാൽ തന്നെ കൂലിയുടെ വരവിനായും കാത്തിരിക്കുകയാണ് ആരാധകർ. വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ ആമിർ ഖാനും അതിഥി വേഷത്തിലെത്തുന്നുണ്ട്. കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ള ചിത്രമാണ് കൂലിയെന്ന് സിനിമ അനലിസ്റ്റുകൾ പറയുന്നു. എന്നാൽ ചിത്രത്തിന്റെ 50 മുതൽ 70% വരെ ഷൂട്ടിംഗ് ഐമാക്സ് ഫോർമാറ്റിൽ നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. അതിനാൽ തന്നെ ഐമാക്സ് സ്ക്രീനുകൾ ലഭിക്കാത്തത് ചിത്രത്തിന്റെ ആദ്യഘട്ട പ്രദർശനത്തെ ബാധിച്ചേക്കാം. ഐമാക്സ് പോലുള്ള പ്രീമിയം ഫോർമാറ്റുകളിൽ പ്രദർശനം നടത്താൻ കഴിയാത്തത് ആരാധകർക്കിടയിലും നിരാശ സൃഷ്ടിച്ചേക്കാം. അതേസമയം കൂലിക്ക് വമ്പൻ ഓഫറുകളാണ് വിദേശത്തെ തിയേറ്റർ വിതരണ കമ്പനികളിൽ നിന്നടക്കം ലഭിച്ചിരിക്കുന്നത്. ചിത്രത്തിന് 80 കോടിയാണ് വിദേശത്തെ തിയേറ്റർ റൈറ്റ്സ് ഇനത്തിൽ ലഭിച്ചിരിക്കുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. നാഗാർജുന അക്നേനി, ഉപേന്ദ്ര, സത്യരാജ്, സൗബിൻ ഷാഹിർ, ശ്രുതി ഹസൻ, റീബ മോണിക്ക ജോൺ എന്നിവരാണ് കൂലിയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ വാർ 2 കൂലിക്ക് മേലെ ഏൽപ്പിച്ച പ്രഹരം എങ്ങനെ അണിയറ പ്രവർത്തകർ മറികടക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.